ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ കാപ്രിക്കോണിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. അവിടെയും ഞാൻ എല്ലാ ദിവസം ഓൾമോസ്റ്റ് റീഡിങ്സ് ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് എന്നെ അവിടെയും ഫോളോ ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ മെസ്സേജസ് എന്താ പറയണമെന്ന് നമുക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ആണ് 7 ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് ഹെർമിറ്റ്. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങളുടെ രണ്ടാളുടെയും 7 ഓഫ് വാൻഡ്സ്. ഇവിടുത്തെ ബ്ലോക്കേജ്, ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ബ്ലോക്കേജ് ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 ഓഫ് സോഡ്സ് ആണ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 4 ഓഫ് കപ്സ് ആണ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ആക്ഷൻ, ഫ്യൂച്ചറിൽ എടുക്കാൻ പോണ ആക്ഷൻ നിങ്ങളുടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആണ് 6 ഓഫ് സോഡ്സ്. ഔട്ട്കം ഇവിടെ. അപ്പോൾ കാപ്രിക്കോൺ, നിങ്ങളുടെ ഓവറോൾ എനർജി 7 ഓഫ് കപ്സ് ആണ്. 7 ഓഫ് കപ്സ് കൺഫ്യൂഷൻ്റെ എനർജിയാണ്, ഓപ്ഷൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഈ സമയത്ത്. ആൻഡ് അതുമാത്രമല്ല, ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരു ഷുവറിറ്റി ഇല്ല. പറഞ്ഞ ഒരു മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യോ ഇല്ലയെന്ന്. അപ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഈ സമയത്ത് ഈ പേഴ്സണും നിങ്ങളും സെപ്പറേറ്റഡ് ആയിരിക്കാം. ആൻഡ് അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ രണ്ടാൾക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്തത്. ഈ പേഴ്സൺ ആക്ച്വലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ഒരു നോ കോണ്ടാക്ട് മാതിരിയാണ് തോന്നുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. 7 ഓഫ് കപ്സ് ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഹെർമിറ്റ് ഇവിടെ 5 ഓഫ് വാൻഡ്സ് ഉണ്ട്. ആൻഡ് ചാരിയറ്റ്. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ എനർജി നൈറ്റ് ഓഫ് വാൻഡ്സ്, പാഷൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്, കുറേ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ. ഇവരുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്ക് വേണ്ടത് ഒരു സ്റ്റേബിൾ ഓഫറാണ് ഇവരുടെ അടുത്തുനിന്ന്. ആൻഡ് ഓറൽസ് നിങ്ങൾക്ക് ഈ പേഴ്സണ് എന്തെങ്കിലും ഒരു സ്റ്റേബിൾ ഓഫർ പറഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്നുണ്ടാവും. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വഴക്ക് ഉണ്ടായിട്ടുണ്ടാവും റീസെൻ്റ്ലി. അതിൻ്റെ കാരണമായിരിക്കാം ഈ സെപ്പറേഷൻ. അതല്ലച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ആരോ ഉണ്ട്. ആൻഡ് അതുകൊണ്ട് ഈ പേഴ്സൺ കുറച്ചൊരു ഐസൊലേറ്റഡ് ആണ്. അവർക്ക് മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. അവരുടെ ലൈഫിലൊരു ചോയ്സ് ഉണ്ട്. ആൻഡ് അതുകൊണ്ടാണ് അവർ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കണേ നിങ്ങളുടെ അടുത്തുനിന്ന്. ഇപ്പോൾ 7 ഓഫ് വാൻഡ്സ് ആണ് നിങ്ങൾ രണ്ടാളുടെയും കറന്റ് സിറ്റുവേഷൻ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ചാലഞ്ചസ് ഉണ്ട് ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പിൽ. എന്താണ് ഈ ചാലഞ്ചസ്? എന്തോ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. 3 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാൻ വഴിയുണ്ട്. ഇപ്പോൾ ഇത് ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെ വേറെ ആവണം എന്നില്ല. ഈ പേഴ്സൻ്റെ കരിയർ ആയിരിക്കാം, അതല്ലച്ചാൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, അതിൻ്റെ കാരണം ഇവിടെ ഡിലേ ഉണ്ടായിട്ടുണ്ടാവും. അതുമല്ലച്ചാൽ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയുടെ കാരണം ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യണു.
അത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വന്നാൽ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാമെന്ന്. ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്കേജ് ഹാങ്ഡ് മാൻ ആണ്. ഇവിടെ ഒരു പേഴ്സണിന് പാസ്റ്റിനെ വിട്ടിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതല്ലച്ചാ ഈ സിറ്റുവേഷൻ സ്റ്റാഗ്നന്റ് ആണ് ആൻഡ് ഇതിലൊരു പ്രോഗ്രസ് ഇല്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ ബ്ലോക്ക്. അപ്പോൾ പൈസീസ് ആണ് ഇവിടെ കാണുന്നത് ഹാങ്ഡ് മാനിൽ. 6 of Wands ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് പോവാൻ വേണ്ടിയിട്ട് ഇവിടെ വേണ്ട മാതിരി ഒരു തിങ്കിങ് ആറ്റിറ്റ്യൂഡ് ഇല്ല. ഈതർ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായോണ്ട് ഒരു പേഴ്സൺ മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു കാര്യത്തിൽ അവർ സ്റ്റക്കായി ഫീൽ ചെയ്യണു, സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യണു. ഇപ്പോൾ ഇത് കരിയറുടെ കാര്യത്തിലായിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഫാമിലി ഇന്റർഫിയർ ചെയ്യണ്ടെച്ചാൽ അതിൻ്റെ കാരണമായിരിക്കാം. പക്ഷെ അതിൻ്റെ എന്താ ഈ പ്രോബ്ലം ഇല്ലച്ചാൽ അതിൻ്റെ കാരണം ഇവിടെ ഒരു സ്റ്റാഗ്നൻസി വന്നിരിക്കണു. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 7 of Swords ആണ്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഡിറക്റ്റ് അല്ല, അവരെന്തോ ഒളിപ്പിക്കുന്നുണ്ട്, എന്തോ നടക്കുന്നുണ്ട് നിങ്ങളെ അറിയാണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി ഈ പേഴ്സണിന്റെ മുകളിൽ മുഴുവനെ ട്രസ്റ്റ് ഇല്ല. എന്തോ ഒരു സംശയം ഉണ്ട് നിങ്ങൾക്ക്. അത് ഈ പേഴ്സൺ എന്താ നടക്കണെന്ന് വെച്ചാൽ ആ മുഴുവനെ കാര്യം തുറന്ന് പറയൂല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഈ പേഴ്സന്റെ ഫീലിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് Ace of Wands ആണ്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പാഷൻ ഉണ്ട്, കുറെ അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ 7 of Swords ഇവിടെ എന്താണ്? Page of Pentacles. അപ്പൊ നിങ്ങൾ ഇടയ്ക്ക് ഈ പേഴ്സണോട് ഫ്യൂച്ചറിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെച്ചാൽ അവരുടെ റിയാക്ഷന്റെ കാരണമായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് വരണത്. പക്ഷെ ലവേഴ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ ഈ പേഴ്സൺ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു നിങ്ങൾക്ക് ഇവിടെ ഒരു ഓഫർ വേണം എന്നുണ്ട്. ഇപ്പോൾ ആ സിറ്റുവേഷൻ അല്ലച്ചാ നിങ്ങളുടെ സൈഡിലായിരിക്കാം ഒരു തേർഡ് പാർട്ടി. ആൻഡ് ഈ കാര്യം നിങ്ങളുടെ ഫീലിങ്സ് അവരോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. പക്ഷെ മേ ബി നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാവും ലൈഫിൽ. പറഞ്ഞാൽ 2 ആൾക്കാരുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം വെച്ചാൽ ആർക്കാണ് ഈ സ്റ്റേബിൾ ഓഫർ നിങ്ങൾക്ക് കൊടുക്കണ്ടെന്ന് അറിയാണ്ട് ഒരു ക്രോസ് റോഡ്സിലാണ് നിങ്ങളിപ്പോൾ. അപ്പൊ അതും ആയിരിക്കാം. ഇത് നിങ്ങളുടെ സൈഡിലും ഒരു ബ്ലോക്ക് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ തേർഡ് പാർട്ടി ആണെന്ന് വെച്ചാൽ മേ ബി നിങ്ങളുടെ ലൈഫിൽ 2 ആൾക്കാർ ഉണ്ടാവും ആൻഡ് നിങ്ങൾക്കായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ പേഴ്സൺ ഉണ്ടെച്ചാൽ അവർക്കായിരിക്കും ചൂസ് ചെയ്യണ്ടേ. അത് നിങ്ങളുടെ കൂടെയാണോ ഫ്യൂച്ചർ വേണ്ടേ, വേറെ ഒരു പേഴ്സന്റെ കൂടെയാണോ ഫ്യൂച്ചർ വേണ്ടതെന്ന്. Ace of Wands ഇവർ കുറെ പാഷനറ്റ് ആണ് നിങ്ങളെക്കുറിച്ച്. പക്ഷെ അവർക്കൊരു ധൈര്യമില്ല ആക്ഷൻ എടുക്കാൻ, ഒരു ഡിസിഷൻ എടുക്കാൻ ധൈര്യമില്ല. അപ്പോൾ ഇവിടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് മുമ്പോട്ട് പോകില്ല. അപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ 4 of Cups ആണ്. നിങ്ങൾ ആക്ച്വലി എവിടെയോ ബോറായി തുടങ്ങിയിരിക്കണം. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ മുമ്പോട്ടും പോകില്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാതിരി ഇവിടെ പ്രോബ്ലംസ് തീരുന്നില്ല, ബ്ലോക്കേജസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു പേടിയുണ്ട്, അതായത് ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുമെന്ന്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടെച്ചാൽ അതും ഒരു ടെൻഷനാണ്. ഹൈറോഫാണ്ട് ഇവിടെ ഈ പേഴ്സന്റെ എനർജിയിൽ ഞാൻ കാണുന്നത് എംപറർ, ഹൈറോഫാണ്ട്, പേജ് ഓഫ് കപ്സ്. ഇവർക്കൊരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട് നിങ്ങളുടെ കൂടെ. ഇവിടെ ഒരു ഫാമിലി വേണം എന്നുണ്ട്, ഒരു മാരേജ് വേണം എന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് ഞാൻ പറഞ്ഞ മാതിരി. ഇപ്പൊ ഞാൻ അഗൈൻ ഈ തേർഡ് പാർട്ടി ഒരു റൊമാൻറ്റിക് കണക്ഷൻ തന്നെ ആവണം എന്നില്ല. ഇതൊരു പേരന്റിന്റെ എനർജി ആവാം. അവരുടെ ഫാമിലി ഈ റിലേഷൻഷിപ്പിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അതും ഒരു സിറ്റുവേഷൻ ആവാം. അപ്പോൾ എവിടെയോ ഈ പേഴ്സൺ അവർക്കൊരു ചോയ്സ് ഉണ്ടാക്കാണ്ട് വെച്ചാൽ അവർക്ക് അവരുടെ ഫാമിലിനെ കൺവിൻസ് ചെയ്ത് വേണം ഈ സിറ്റുവേഷനെ ശരിയാക്കാൻ. അതായിരിക്കും പ്രശ്നം. പക്ഷെ ഇവിടെ നിങ്ങൾ അത്ര വെയിറ്റ് ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷൻ കുറേ ആയി ഇങ്ങനെ നടക്കണു. അപ്പോൾ കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. ഓക്കെ, നിങ്ങൾ ഈ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കണില്ല വെച്ചാൽ ഇവിടെ ഒരു പുതിയ പേഴ്സൺ ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡിസിഷൻ ചിലപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് വേഗം ഡിസൈഡ് ചെയ്യാനായിരിക്കും പറയുന്നുണ്ടാവും. എന്നുവെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് പെന്റിക്കിൾസ്, ടോറസ് എനർജി ആൻഡ് ഒരു പുതിയ ബിഗിനിങ് ആൻഡ് ഒരു ഫാമിലി ലൈഫ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ടെച്ചാൽ, വേറെ ഓപ്ഷൻ ഉണ്ടെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണോട് പറയണത് എന്താ വെച്ചാൽ വേഗം ഡിസൈഡ് ചെയ്യുക,
അതല്ലച്ച ഈ റിലേഷൻഷിപ്പ് അല്ലച്ച മേ ബി നിങ്ങൾ ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള പ്ലാൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതിൽ സ്റ്റെബിലിറ്റി ഇല്ലാന്ന് നിങ്ങൾക്കൊരു ഫീലിംഗ് വരാൻ തുടങ്ങിയിരിക്കണോ. അതല്ലച്ച നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സന്റെ എനർജി ആയിരിക്കാം ഇത്. ആൻഡ് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളും ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു, അതും ഉണ്ടാവാം വഴിയുണ്ട്. ഈ പേഴ്സന്റെ ആക്ഷൻ 6 of Swords ആണ്. അപ്പോൾ അവർ ഡെഫിനറ്റ്ലി പാസ്റ്റിനെ വിട്ടിട്ട് മുമ്പോട്ട് പോകണു. അപ്പോൾ അവരൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട് ഇവിടെ. നിങ്ങളുടെ പ്രഷറുടെ കാരണമായിരിക്കാം, പക്ഷെ എന്തായാലും ഒരു ഡിസിഷൻ വരാൻ പോകുന്നുണ്ട്. ഇവിടെ 5 of Pentacles ആണ്. ഫിനാൻഷ്യൽ ലോസ് ആണ് ഇത്. പക്ഷെ അവരുടെ ഹാർട്ടിനെ ഫോളോ ചെയ്യണം, അവരുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യണം. അവർക്ക് എവിടെ ഹാപ്പിനെസ് ഇല്ല വെച്ചാൽ അവർ അതിനെ ഫോളോ ചെയ്യണം. ആൻഡ് ആ ഹാപ്പിനെസ് അവർക്ക് നിങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ഇവിടെ ലിയോ എനർജി കാണാണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം ഞാൻ 5 of Swords ആണ് കാണുന്നത്. അപ്പോൾ ഔട്ട്കമിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഒരു നെഗറ്റീവ് വേയില്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ മതി ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അതിന്റെ കാരണം ഇവിടെ കുറെ ഒരു പ്രോബ്ലംസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ആൻഡ് ഒരു ലോസ് ആയിട്ട് ഫീൽ ചെയ്യണം എനർജി ഉണ്ട്. ആൻഡ് അതിന്റെ കാരണം ഇവിടെ ഞാനൊരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. പക്ഷെ ഡെഫിനറ്റ്ലി ഇത് റീകൺസിലിയേഷന്റെ ഡയറക്ഷനിലേക്കാണ് പോണേ. അപ്പൊ നിങ്ങൾ രണ്ടാളും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായാലും അത് ടെമ്പററി ആണ്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരാൻ നോക്കും. അപ്പോൾ കാപ്രിക്കോൺ ഇവിടെ ഞാൻ കാണുന്നത് ജെമിനായി, ലിയോ, ഏരീസ്, ക്യാൻസർ, വെർഗോ. ഓക്കെ, ഇതൊക്കെയാണ് സൈൻസ് ഇവിടെ കാണുന്നത്. കാപ്രിക്കോൺ ഉണ്ട്, ടോറസ് ഉണ്ട്. അപ്പൊ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഹെൽത്ത് ഇഷ്യൂസ് കുഡ് അറൈസ്. അപ്പോൾ ഹെൽത്തിന്റെ കാര്യത്തിൽ സൂക്ഷിക്കുക. ഇത്രയും ടെൻഷൻ എടുത്താൽ ചിലപ്പോൾ ഹെൽത്തിന്റെ ഇഷ്യൂ ഉണ്ടാവാൻ വഴിയുണ്ട്. പ്രഗ്നൻസി ഉണ്ട്, സമ്മൺ ഇസ് എക്സ്പെക്ടിങ്. ഇപ്പോൾ ഇത് നിങ്ങൾ തന്നെ ആവണം എന്നില്ല. എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയാണ്. സമ്മൺ ഇസ് എക്സ്പെക്ടിങ്, അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ പ്രഷർ ഇടണു ഈ പേഴ്സന്റെ മുകളിൽ. അത് വേഗം ഡിസൈഡ് ചെയ്യാന്ന്. എന്നുവെച്ചാൽ മേ ബി നിങ്ങൾ പ്രഗ്നന്റ് ആണ്, അങ്ങനത്തെ ന്യൂസ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയിരിക്കാം. അപ്പോൾ അതും സൂക്ഷിക്കണം. ഓക്കെ, എന്നുവെച്ചാൽ ഹെൽത്ത് വന്നിട്ടുണ്ട്, പ്രഗ്നൻസി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ വേറെ മെസ്സേജസ്? ഐ ഹിഡ് ഹു ഐ റിയലി ആം ഫ്രം യു. I want you. You came closer than anyone. And I am grateful for the spiritual lesson. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് കാപ്രിക്കോൺ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലായി റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇട്ടുണ്ട് സ്ക്രീനിൽ. ഇമെയിൽ ID ഉണ്ട്, വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് എന്നെ ചാറ്റ് അയക്കാം. ചാറ്റ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് തിരിച്ചു വരും ഞാൻ വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.